പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനാവില്ല. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജി എറണാകുളം സബ് കോടതി നിരാകരിച്ചു. പോരാട്ടം തുടരും എന്നാണ് സാന്ദ്രയുടെ മറുപടി. ആരോപണങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പ്രതികരിച്ചു. നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് സമർപ്പിച്ച നാമനിർദ്ദേശം തള്ളിയ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് എറണാകുളം സബ് കോടതി തള്ളിയത്. ഇതിനു പുറമെ വരണാധികാരിയുടെ നിയമനം ചോദ്യം ചെയ്തതടക്കം 3 ഹർജികളും തള്ളി. കോടതി വിധിയിൽ നിരാശയുണ്ടെന്നും നിയമോപദേശത്തിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സാന്ദ്ര തോമസ്. എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. നിഷ്പക്ഷമായിട്ടുള്ളൊരു ഇലക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇലക്ഷൻ നടത്താതിരിക്കാനല്ല നോക്കുന്നത്. സാന്ദ്ര ഉന്നയിച്ച വാദങ്ങൾ വ്യാജമാണെന്ന് ബോധ്യമായി എന്ന് നിർമ്മാതാക്കളായ ബി രാഗേഷ്, ജി സുരേഷ് കുമാർ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ പ്രതികരിച്ചു. എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തരങ്ങളും സത്യവിരുദ്ധമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിലൂടെ തന്നെ തെളിയുന്നത്. എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.